Hello guys, welcome back. CluelessPassports മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ഒരു അടിപൊളി വീഗൻ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. തായ് വീഗൻ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു തായ് കുസൈനിലുള്ള ഒരു വീഗൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിന്ന് ലഞ്ചിന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫുഡ് എക്സ്പ്ലോറിംഗ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ. നമ്മൾ തായ് വീഗൻ സ്റ്റൈൽ കുസൈനാണ് നമ്മൾ ഇന്ന് ഫുൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു റെസ്റ്റോറൻറ്റ് തന്നെയല്ലേ. തായ്ലൻഡിൽ നമ്മൾ ഒരുപാട് നോൺ വെജ് ഡിഷസ് ഒക്കെ ഉണ്ടാവും, ബട്ട് വീഗനിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഗൻ ഡിഷസ് എനിക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ തായ് ബേസ്ഡ് വീഗൻ ഡിഷസാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ ഞങ്ങൾ എടുത്ത കൂടുതൽ ട്രാവൽ ആൻഡ് ഫുഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തായ് വീഗൻ കിച്ചൺ പോയിട്ട് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബച്ചമാൽ റോഡിലാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള തായ് വീഗൻ കിച്ചൺ ഉള്ളത്. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് താഴെ ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കഫേയാണത്. അപ്പോൾ നല്ലൊരു ആസ്തറ്റിക്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ തായ്ലൻഡിനെ ഓർമ്മിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ വരുന്നത് തന്നെ ഒരു ഔട്ട്ഡോർ കഫേയിലേക്കാണ്. ഔട്ട്ഡോറും ഇരിക്കാൻ പറ്റും, നമ്മൾക്ക് ഉള്ളിലും ഇരിക്കുന്ന പോലെ സ്ഥലമുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഹോട്ട് പോട്ടൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് അവർ. നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് ഹോട്ട് പോട്ട് വീഗൻ സ്റ്റൈൽ കുസൈനൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഹോട്ട് പോട്ടായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്ന കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുസൈനാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വീഗനിലെ. അപ്പോൾ സിബിയും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു അടിപൊളി കഫേയാണ്, ചെറിയൊരു കഫേ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡും ട്രൈ ചെയ്ത് നോക്കാം. തന്നെയായിട്ട് കുറേ ബുക്സും അതേപോലെ ഗെയിംസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾക്ക് ബുക്സ് വായിക്കാനും ഗെയിംസ് കളിക്കാനൊക്കെ പറ്റും. Okay. With lemongrass, galangal, saffron lime leaves, few veggies, tofu. Oh, okay. സോ ടിപ്പിക്കൽ ടോമിയം സൂപ്പാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതൊരു ഹോട്ട് പോട്ട് ടൈപ്പ് ഓഫ് പ്ലേറ്റിലാണ് നമ്മൾ വരുന്നത്. സെർവിങ് ഹോട്ട്. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ബോയിൽ ചെയ്യുന്ന പോലെയാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ കട്ട്ലറീസ് ഒക്കെ അവർ ഡിഫറെൻ്റ് ആയിട്ട് ഒരു പാക്കിങ്ങിലാണ് തന്നിരിക്കുന്നത്. നാപ്കിൻസും പിന്നെ നമ്മൾക്ക് ഫോർക്ക്, സ്പൂൺ ഇതെല്ലാം വന്നിട്ട് അവരൊരു ചെറിയൊരു പൗച്ച് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇവിടുത്തെ ടോമിയൻ സൂപ്പാണ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് നമുക്ക് ഇതുണ്ട്. നമുക്ക് ഈ ഒരു ടോമിയൻ സൂപ്പിൽ അവർ തന്നിരിക്കുന്നത് വെജിറ്റബിൾസും സ്പ്രിംഗ് ഓണിയൻ, ലെമൺ ഗ്രാസ്, ആ ഒരു ബ്രോത്ത് വരുന്നുണ്ട്, വെജീസിൻ്റെയൊക്കെ ബ്രോത്തും പിന്നെ ടോഫുമാണ് അവർ മെയിനായിട്ട് തന്നിരിക്കുന്നത്. നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട് ആ ഒരു ലെമൺ ഗ്രാസിൻ്റെയും പിന്നെ ആ ഒരു കാഫി ലെമൺ ലീവ്സിൻ്റെ ഇതിൻ്റെയൊക്കെ സ്മെല്ലാണ് നമുക്ക് വരുന്നത്. അടിപൊളി ആയിട്ടില്ലേ. ഒരു ഒത്തൻറ്റിക് തായ് ടോമിയൻ സൂപ്പ് തന്നെയാണത്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. തായ് ക്യുസൈനിൽ നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡിഷിലും അവരൊരു ഫിഷ് ഓയിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റും അവരുടെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ഫിഷ് ഓയിലിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ വീഗൻ ഡിഷസിൽ ഇവർ ഒത്തൻറ്റിക് തായ് ക്യുസൈൻ പോലെ വരാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സോസസും ഓയിലുകളും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഫിഷ് ഓയിലിന് പകരം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു ഡ്രിങ്ക് വന്നിട്ടുണ്ട്. ഇതൊരു ക്രിസാന്തമം ടീ ആണ്. അപ്പോൾ ആ ഒരു പൂവിൻ്റെ ക്രിസാന്തമം ഫ്ലവറിൽ ഉണ്ടാക്കുന്ന ഒരു ടീ ആണിത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതിന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലെമണും തരുന്നുണ്ട്. അപ്പോൾ അതും ഇതിൽ ഇത് പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾക്ക് കുടിക്കാനുള്ള പോലെയാണ്. പീനട്ട് പപ്പായ സാലഡാണ് വന്നിരിക്കുന്നത്.
ഇത് നമ്മൾ കഴിച്ചത് ഓർമ്മയുണ്ട്. അതിൻ്റെ അവിടെ കഴിച്ചത് നമുക്ക് കഴിക്കാൻ ആ ഫിഷ് സോസിൻ്റെ സ്മെല്ലൊക്കെ വന്ന് കഴിക്കാൻ പറ്റാണ്ട് നമ്മൾ അതുപോലത്തെ ഇതും ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രിസാന്തമം ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോൾഡ് ടീ ആണ്. നമുക്ക് ഈ ജമന്തി പൂവാണ് ഇതിലിട്ടിരിക്കുന്നത്. അതിൽ ആ ജമന്തി പൂ തിളച്ചുള്ള വെള്ളത്തിൽ പിന്നെ നമുക്ക് ഈ ഒരു ലെമണും കോൾഡ് വാട്ടർ ഇതാണ് ഈ ഒരു ടീയിൽ വരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഡ്രിങ്ക് കുടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടീ ആണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ടീ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തായ് ബേസ്ഡ് ഫ്ലവർ ടീസ് ഒക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ റോസ് ടീ, ക്രിസാന്തമം ടീ, പിന്നെ പാണ്ടൻ ടീ, പാണ്ടൻ ലീവ്സിലുള്ള ഡ്രൈഡ് ലീഫുള്ള ടീസ്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടീസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ത്രീ ഡിഫറെൻറ്റ് ടീസാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അഞ്ജലി ഇപ്പോൾ പപ്പായ സാലഡാണ്, പീനട്ട് പപ്പായ സാലഡാണ് ട്രൈ ചെയ്യാൻ പോണത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അതൊരു സ്വീറ്റ് ആയിട്ടുണ്ടായിരുന്നു. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ല സിബി, എങ്ങനെയുണ്ട് ഇത്? ഡിഫറെൻ്റ് ആയിട്ടൊരു നല്ല ഷ്രെഡഡ് പപ്പായയിൽ ആ സ്പൈസസും ടാൻജിനസും ഒരു സ്വീറ്റ് ഫ്രാഗ്രൻസും വരുന്നുണ്ട് അല്ലേ? നമുക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ലൊരു സാലഡാട്ടോ അത്. മെയിനായിട്ട് അവർ പറഞ്ഞില്ലേ, ഇതൊരു ഹോംലി കുക്ക്ഡ് ഫുഡ് പോലെയാണ്. നമുക്ക് തായ് കുസൈനിൽ ഒരു ഹോംലി ഫുഡാണ് ഇവർ ട്രൈ ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അല്ലേ? അത് നല്ലൊരു സ്വീറ്റ് ആൻഡ് സോർ ഫ്ലേവറും പിന്നെ എരിവും ഉണ്ട്, സ്പൈസിയും ഉണ്ട്. സാലഡാണത്. അതിൽ മെയിനായിട്ട് പപ്പായയാണ്. പപ്പായ ഇങ്ങനെ ഷ്രെഡഡ് ആയിട്ടുള്ള പപ്പായ, പീനട്ട്, പിന്നെ അതേപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ആ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ലെമൺ ഫ്ലേവറൊക്കെ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാലഡ്. അപ്പോൾ നമ്മൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി ഡിഷസ് വന്നിട്ടുണ്ട്. 2 ടീ ആണ് വന്നിരിക്കുന്നത്. തായ് റോസേ ടീ, പിന്നെയും ബ്ലൂ പീ ടീയും വന്നിട്ടുണ്ട്. ബ്ലൂ പീ ടീ നമ്മൾ കുടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ശംഖുപുഷ്പം ആ ഒരു ലീഫ് ഇട്ട് ഫ്ലവർ ഇട്ട ടീ ആണ്. ഇത് നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യുന്ന ഒരു ടീ ആണിത്. ഡിഫറെൻറ്റ് തായ് ബേസ് ടീ ആണ് നമ്മൾ രണ്ടും ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 ഡിഷും വന്നിട്ടുണ്ട്. സ്റ്റാർട്ടറിൽ സ്പ്രിംഗ് റോൾ വിത്ത് പീനട്ട് ചട്നി കൈൻഡ് ഓഫ് തിങ് അതും വന്നിട്ടുണ്ട്. പിന്നെ കാവോസ്വേ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മൾക്ക് ഒരു ടൊമാറ്റോ ഇതും പിന്നെ ഒരു ചില്ലി സോസ് ഇതാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞങ്ങളൊരു ടീ കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് വന്നിട്ട്. ഷുഗർ ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. ജാഗറിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു റോസ് ഫ്ലേവറും വരുന്നുണ്ട്. ഇതിൽ നിനക്ക് എങ്ങനെയുണ്ട്? ആ ഒരു ലെമൺ യൂസ് ചെയ്യുന്നുണ്ട്. ലെമൺ ആൻഡ് ബ്ലൂ പീൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇത് നമ്മൾ നാട്ടിൽ കുറേ ഉണ്ടാവും. ഈ നമ്മൾ ശംഖുപുഷ്പം അതിലാണ് ഈ ഒരു ടീ ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട് 2 എണ്ണം. ഈ ഒരു സ്റ്റാർട്ടറിന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാനിപ്പോൾ ഇവിടുത്തെ സ്പ്രിംഗ് റോളാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സ്പ്രിംഗ് റോൾ വന്നിട്ട് നമുക്ക് ഒരു റൈസ് പേപ്പറിൽ ആ ഒരു വെജീസും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ലീവ്സ് ഒക്കെയാണ് നമുക്കുള്ളിൽ വരുന്നത്. അത് നമുക്ക് പീനട്ട് സോസിൻ്റെ കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടും വെച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഉള്ളിൽ തന്നെ സ്പ്രിംഗ് റോൾ, റൈസ് നൂഡിൽസ്, പിന്നെ ക്യാരറ്റ്, കുറച്ചും കൂടെ ഫില്ലിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഞങ്ങൾ സ്റ്റാർട്ടറിൽ കാവോസ്വേ എന്ന് പറഞ്ഞ ഒരു ബർമിഷ് തായ് കുസൈനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കാവോസ്വേ എന്ന് പറയുന്നത് ഒരു ബർമിഷ് തായ് കറിയാണ്. അതിനെ ഇവരൊരു തിക്ക് പേസ്റ്റ്, കോക്കനട്ട് തിക്ക് പേസ്റ്റ് പോലെയാണ് ചെയ്തുള്ള ഒരു കഹാദ്. പിന്നെ ഇവർ ഒരു ഫ്യൂഷൻ ഡിഷായിട്ട് പൂരിയിലാണ് നമുക്ക് ഈ ഒരു നമുക്ക് കറി തരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കാവോസ്വേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ തായ് ബർമീസ് കുസൈനാണ്. ഇവരെ ട്രൈ ചെയ്ത് നോക്കാം. ചിയേഴ്സ്. തായ് റെഡ് കറി, അതുപോലെ എന്താ പറയുക, ഒരു കോക്കനട്ട് ബേസ്ഡ് കറീന, തായ് ബേസ്ഡ് കറീന വരുന്ന ഒരു ഡിഷും പിന്നെ ആ ഒരു പൂരിയിലാണ് ആ ഫില്ലിങ് തന്നിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഡിഷ്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ സ്പ്രിംഗ് റോളും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഈ കാവോസ്വേ എന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റാർട്ടറും ട്രൈ ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് വെജ് ടെമ്പൂര ഡിഷാണ്. ടെമ്പൂര എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഡിഷാണ്. ജാപ്പനീസ് ആൻഡ് തായ് ബേസ്ഡ് അവർ ഫ്യൂഷൻ ഡിഷായി ട്രൈ ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു റൈസ് ബാറ്ററിൽ ചെയ്ത ഒരു ഫ്രൈഡ് ബാറ്ററാണത്. ഫ്രൈഡ് ബജ്ജി പോലെയൊക്കെ നമ്മൾ കാരണം റൈസ് ബാറ്ററിൽ ചെയ്തിരിക്കുകയാണ്. പ്ലസ് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് പൊട്ടാറ്റോ ഉണ്ട്, അതേപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ സോയ് സോസൊക്കെ യൂസ് ചെയ്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പുറ ആണ്. ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട്. ആ ക്രിസ്പിനെസ്സാണ് ഈ ഒരു ടെമ്പുറയ്ക്ക് മെയിനായിട്ട് ഉണ്ടാവുക. ആ ഒരു ആഡഡ് ടേസ്റ്റ് തരുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെ. ആ ഒരു സോയ് സോസും പൊട്ടാറ്റോവും ആ ഒരു ക്രിസ്പി ടെമ്പൂറ ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത് വന്നാൽ എന്തായാലും ട്രൈ ചെയ്യുക. നല്ലൊരു ഡിഷാണത്. ഇവിടെ നമ്മൾക്ക് റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വലിയ റേറ്റ് വൈസിന് വലിയൊരു ഹ്യൂജ് പ്രൈസൊന്നുമില്ല.
എല്ലാം ഓരോ 300, 200, 150 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മെനുവും ഓരോ ഡിഫറെൻറ്റ് റേഞ്ചസിലാണ് വരുന്നത്. ഹോട്ട് പോട്ട് അവൈലബിൾ ആണ്, ഇങ്ങനെ സൂപ്സ് അവൈലബിൾ ആണ്, ബർഗേഴ്സ് അവൈലബിൾ ആണ്, ഇങ്ങനെ ഡിഫറെൻറ്റ് തായ് ബേസ്ഡ് കുസൈൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടി ഡിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതും ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ അമേസിങ് റിവ്യൂസ് ഒക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഐ ലവ് സൂപ്പ്, ഐ ലവ് പപ്പായ സാലഡ്, പിന്നെ ഹോട്ട് പോട്ട് ക്വാണ്ടിറ്റി വാസ് ലോഡ്, അങ്ങനെ കുറേ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെയാണ് അവർ. ഇതിൻ്റെ മെയിൻ ഔട്ട്ഡോർ ഡൈനിങ് സ്പേസിലാണ്, നമുക്ക് ഇൻസൈഡ് ഡൈനിങ് സ്പേസും ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കാണ് ഈ റിവ്യൂസ് ഫുൾ അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളിൽ പോയി നോക്കാം, നമ്മൾക്ക് ഉള്ളിൽ എങ്ങനെയുണ്ട് ആംബിയൻസ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ സിറ്റിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. ഇവിടെയും ഒരു തായ് കൾച്ചറിൻ്റെ ഒക്കെ ഒരു കുറച്ച് പെയിൻറ്റിങ്സും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിന് തായ് ഓത്തൻറ്റിസിറ്റിക്കുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. തായ് വീഗൻ തായ് സെലക്ട് തായ് കുസൈൻ എന്ന് പറഞ്ഞ അവാർഡാണ്. അവാർഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് തായ്ലാൻഡ്. അവരാണ് ഈ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അതൊരു സെലക്റ്റീവ് റെസ്റ്റോറൻറ്റ്സിന് മാത്രമാണ്, അത് ഓത്തൻറ്റിക് തായ് കുസൈൻ ഇരിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു അവാർഡ് കൊടുക്കാറ്. ആ ഒരു അവാർഡ് നമുക്ക് ഈ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് തായ് വീഗൻ കിച്ചണിന് കിട്ടിയിട്ടുണ്ട്. മെയിൻ ഡിഷിൽ വന്നിരിക്കുന്നത് ജാസ്മിൻ റൈസും തായ് ഗ്രീൻ കറിയാണ് വന്നിരിക്കുന്നത്. തായ് ഗ്രീൻ കറി എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്തിരിക്കുന്നത് തോഫ് യൂസ് ചെയ്തിട്ടുണ്ട്, പനീർ യൂസ് ചെയ്തിട്ടുണ്ട്, മഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കറിയിൽ. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾക്ക്. ഇതൊരു കോക്കനട്ട് മിൽക്ക് പേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു തായ് ഗ്രീൻ കറിയാണത്. അലോങ് വിത്ത് ജാസ്മിൻ റൈസാണ് വരുന്നത്. ഒരു ഒത്തൻറ്റിക് തായ് കുസൈനിലുള്ള ഒരു മസ്റ്റ് ട്രൈ മെയിൻ ഡിഷാണത്. തായ് ഗ്രീൻ കറിയാണ് ഞാൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് വിത്ത് ജാസ്മിൻ റൈസ്. ഒരു സെൻട്രൽ തായ് ഡിഷാണത്. ആ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റും ആ ഒരു അവർ യൂസ് ചെയ്യുന്ന ഗലങ്ങളും അതേപോലെ തന്നെ ലെമൺ ഗ്രാസിൻ്റെ ടേസ്റ്റൊക്കെയാണ് ഈ ഒരു ഡിഷിൽ വരുന്നത്. ഞങ്ങൾക്ക് അടിപൊളിയായിട്ടുണ്ട്. ഒരു ഒത്തൻറ്റിക് വീഗൻ തായ് ഗ്രീൻ കറിയാണത്. അടിപൊളിയായിട്ടുണ്ട്. രണ്ട് ഡെസേർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കോക്കനട്ട് ഒത്തൻറ്റിക് ഹോം മെയ്ഡ് കോക്കനട്ട് ഐസ്ക്രീമാണത്. കോക്കനട്ട് ഷെല്ലിലാണ് അവർ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. നല്ലൊരു പ്രസൻറ്റേഷൻ. പിന്നെ ഇത് വന്നിട്ട് മാപ്രോ ഓൺ എന്ന് പറഞ്ഞിട്ട് കോക്കനട്ട് മിൽക്കും പിന്നെ ടെൻഡർ കോക്കനട്ട് അല്ലേ, കോക്കനട്ട് വാട്ടറും ചേർന്ന ഒരു ഡെസേർട്ടാണത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ രണ്ട് ഡെസേർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. കം ഓൺ, ലെറ്റ്സ് ട്രൈ. എന്തോ അതിലഞ്ഞു പോയാ ഞാനും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഐസ് ക്യൂബ്സിൽ ഇങ്ങനെ പൊടി ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. പീനട്ടും പിന്നെ ബാദാമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഹോം മെയ്ഡ് ഐസാണത്. വായിലഞ്ഞു പോകുന്ന പോലത്തെ ഐസ്ക്രീം. യെസ്, ഇട്ടോണ്ട് അഞ്ഞു പോയ പോലെ ഉണ്ട്. കോക്കനട്ട് വാട്ടർ തന്നെ ഒരു ജെല്ലി പേസ്റ്റിലാണ്, ജെല്ലി പോലെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ജെല്ലി പോലെ കോക്കനട്ട് വാട്ടറും പിന്നെ താഴെ കോക്കനട്ട് മിൽക്ക് അല്ലേ, കോക്കനട്ട് മിൽക്കും വന്ന ഒരു റെസിപ്പിയാണ്. ജെല്ലി പോലെ തന്നെ ഉണ്ട്, പുഡിംഗ് പോലെ. നൈസ്. മാപ്രോ ഓൺ എന്ന് പറഞ്ഞ ഡിഷാണത്. അതുപോലെ ജെല്ലിയാണ്, കോക്കനട്ട് ജെല്ലി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ലെമൺ ഗ്രാസ് ടീ ആണ് കുടിക്കാൻ പോണത്. ലെമൺ ഗ്രാസ്, ഗലങ്കൽ, പാണ്ടൻ ലീവ്സ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ടീ ആണ്. ഇറ്റ്സ് ലൈക്ക് ആൻ ആപ്പറ്റൈസർ. ഫ്രഷ്, ഓക്കെ. ഇത് ഫ്രഷ് ഇൻ ഹൗസ് മെയ്ഡ് ലെമൺ ഗ്രാസ് ടീ ആണത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ലെമനും ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിഷ് നമ്മൾ ഈ ഒരു ആപ്പറ്റൈസർ ഡ്രിങ്ക് കുടിക്കുക. ഞാനുണ്ട് നോക്കി പറഞ്ഞു.
ലാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കുന്ന ഒരു ടീ ആണത്. നന്നായിട്ട് ചിയേഴ്സ്. ഒരു ജിഞ്ചറിൻ്റെ ഒരു തായ് ജിഞ്ചറിനെയാണ് ഒരു ഗലങ്ങൾ എന്ന് പറയുക. അതും ലെമൺ ഗ്രാസും പിന്നെ പാനൻ ലീവ്സ് ഇതാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ലെമൺ ഗ്രാസ് ടീ ഒക്കെ കുടിക്കാൻ പറ്റും. ഇവിടെ എന്ന് വെച്ചാൽ ആപ്പറ്റൈസർ എല്ലാം കഴിഞ്ഞിട്ട് ഇതൊരു ഡിഷും കുടിച്ച് വെച്ചാൽ ഈ ഒരു ടീയും കുടിച്ച് കഴിഞ്ഞാൽ ഡൺ. വി ആർ ഫുള്ള് നമ്മൾ കഴിച്ചത് ഫുള്ളായിരുന്നു. ബാക്കി ടീ ഒക്കെ കോൾഡ് ആയിരുന്നു. ബാക്കി ടീ എല്ലാം കോൾഡായിരുന്നു. ഇത് ഹോട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് തായ് കുസൈനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തായ് വീഗൻ കുസൈനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ കഴിച്ച ജാസ്മിൻ റൈസ് വിത്ത് തായ് ഗ്രീൻ കറി, ടെമ്പൂറ, അതേപോലെ തന്നെ പപ്പായ സാലഡ്, ഐസ്ക്രീം ലാസ്റ്റ് കഴിച്ചത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒത്തൻറ്റിക് തായ് കുസൈൻ തന്നെയായിരുന്നു ഞങ്ങൾ ട്രൈ ചെയ്തത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഡിഷസ് ആയിരുന്നു. നമുക്കൊരു എന്താണ് ഒരു വീഗൻ കഴിച്ച ഒരു വെജിറ്റേറിയൻ കഴിച്ച ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. സാറ്റിസ്ഫൈഡ് ആയിരുന്നു കഴിച്ചതിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്കും വരിക ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നു വെച്ചാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഒത്തൻറ്റിക് ട്രഡീഷണൽ ഹോം മെയ്ഡ് വീഗൻ തായ് കുസൈൻ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാം കഴിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾക്കും ഇവിടെ വരിക. നിങ്ങൾക്ക് തായ് വീഗൻ കിച്ചൺ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽസും ഓണറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തരാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും വരിക, വന്ന് മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങൾ കുറേ റെക്കമെൻഡ് ഡിഷസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ നിങ്ങൾ വന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്ട്സ്. ബൈ ബൈ.